കോട്ടപ്പടി പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ഭരണം താറുമാറായെന്ന് കോൺഗ്രസ്. പ്രതിഷേധവുമായി പഞ്ചായത്തിനു മുന്നിൽ പ്രവർത്തകർ ധർണ നടത്തി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോട്ടപ്പടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ അഴിമതി ഭരണവും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരനോ BJP-കാരനോ എല്ലാവരുടെ ആവശ്യമുണ്ട് ജലം ലഭ്യമാക്കുക എന്നുള്ളത്. അതിനൊരു പ്രയോറിറ്റി കൊടുക്കാതെ, ഒരു പ്രഥമ പരിഗണന കൊടുക്കാതെ എങ്ങനെ ഈ പഞ്ചായത്തിന് പോകാൻ സാധിക്കും? ഇവിടെ തന്നെ പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് ആളുകളൊന്ന് പരാതി പറയാൻ വരുമ്പോൾ പഞ്ചായത്തിലില്ല, അല്ലേ? പഞ്ചായത്തിലില്ല. ജനങ്ങളൊരു പാർട്ടി ഓഫീസിൽ പോയി പരാതി പറയണത് പാർട്ടി ഓഫീസിലില്ല. പാർട്ടി പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ നടക്കണേ. ജനങ്ങൾക്ക് ഇവിടെ പുറകെ നടക്കാൻ പറ്റുമോ? പഞ്ചായത്തിലും പാർട്ടി ഓഫീസിലും എല്ലാം ഒന്ന് പുറകെ നടക്കാൻ പറ്റുമോ? ഇവരുടെ പേരെന്താണ്? മിനി ഗോപി. അപ്പൊ ഗോപിക്ക് കഴിയില്ലെങ്കിൽ ആ പണി വല്ല ആനയെ ഏൽപ്പിച്ചാൽ ആ ആനയുടെ പുറകെ ജനം നടന്നാൽ മതി. എന്തായാലും ഇവിടെ ആന ഇറങ്ങുന്നുണ്ടല്ല, ഇഷ്ടംമാതിരി ഉണ്ട്. ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ മതി, ഒരാനെ അവരുടെ കൂടെ. ഞാൻ പറയുന്നത്, ഒരു പഞ്ചായത്ത് ഓഫീസിലും ഒരു പാർട്ടി ഓഫീസിലും ചെന്നിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ കഴിയുന്നില്ല, അവരോട് പരാതിപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ? അവർക്ക് ധാർഷ്ട്യമാണെന്ന് പറയുന്നു, ധിക്കാരമാണെന്ന് പറയുന്നു. ഈ ധാർഷ്ട്യവും ധിക്കാരമുള്ളവരൊക്കെ ആന നിലക്ക് നിർത്തും, അല്ലേ? ആന നിലക്ക് നിർത്തും. ആ പണി ആനയെ ഏൽപ്പിച്ചാൽ മതി, ആ ഉത്തരവാദിത്വം. ഇവിടെ കണ്ടമാനം ആന ഇറങ്ങുന്നുണ്ടല്ല. 6 വാർഡുകളിലാണ് ആന ഇറങ്ങുന്നത്, 6 വാർഡുകളിലധികം. എനിക്കിവിടെ ഇവിടം വരെ വരുമെന്ന് തോന്നുന്നു, അല്ലേ? മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MK വേണു, നേതാക്കളായ അനൂപ് കാസിം, AK സജീവൻ, AT ലൈജു, ലിജോ ജോണി, ഷൈമോൾ ബേബി, പോൾ മാത്യു, ജാസ്മിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആന ശല്യത്തിനെതിരെ തൂക്ക് ഫെൻസിംഗ് നടപ്പാക്കണമെന്നും കരാർ വെച്ച ലൈഫ് വീടുകളുടെ പണം നൽകണമെന്നും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചു. ധർണാ സമരത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. Media 60 കോതമംഗലം.